റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ഭാരതത്തിലേക്ക് പുടിന്റെ സന്ദർശനത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി റഷ്യ അറിയിച്ചു. സന്ദർശന തീയതിയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണം സ്വീകരിച്ചാണ് പുടിന്റെ സന്ദർശനം. തീയതി സംബന്ധിച്ച തീരുമാനം ഉടനുണ്ടാകുമെന്നും പുടിന്റെ പ്രസ് സെക്രട്ടറി ദിമിട്രി പെസ്കോവ് അറിയിച്ചു. വ്ളാഡിമിർ പുടിനെതിരെ വിവാദ പരാമർശവുമായി യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി. പുടിൻ ഉടൻ മരിക്കും, അതോടെ പ്രശ്നങ്ങൾ അവസാനിക്കുമെന്ന് സെലൻസ്കി. മരണം വരെ പുടിൻ അധികാരത്തിൽ തുടരും. അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെട്ട റഷ്യയെ സഹായിക്കാൻ അമേരിക്ക തയ്യാറാകില്ല എന്നും സെലൻസ്കി പറഞ്ഞു. പാരീസിൽ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് വിവാദ പരാമർശം. ഐസൻ ജോസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഐസൻ, വിവാദപരമായ ഒരു പരാമർശത്തിലേക്ക് സെലൻസ്കി കടന്നിരിക്കുകയാണ്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്? ദേവിക, തീർച്ചയായും വലിയൊരു ഏറ്റവും വിവാദമായ അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു പരാമർശമാണ് സെലൻസ്കിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാവുന്നതാണ് ഇവർ തമ്മിലുള്ള പ്രശ്നം, അതായത് പുടിനും സെലൻസ്കിയും തമ്മിലുള്ള പ്രശ്നം, റഷ്യ യുക്രൈൻ യുദ്ധവുമായുള്ള പ്രശ്നം എല്ലാം തന്നെ വലിയ തോതിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന അന്താരാഷ്ട്ര വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഉടൻ തന്നെ ഈ പുടിന്റെ മരണമുണ്ടാവും, മരണത്തോടുകൂടി ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുമെന്ന ഏറ്റവും തീവ്രമായ വിവാദ സ്വഭാവമുള്ള ഒരു നിലപാട് സെലൻസ്കിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് സെലൻസ്കി ഈ വിവാദ പ്രസ്താവന നടത്തുന്നത് പാരീസിൽ നടന്ന ഒരു മാധ്യമത്തിന്റെ ഇന്റർവ്യൂവിലായിരുന്നു ഇത്തരത്തിലൊരു നിലപാട് അദ്ദേഹം വ്യക്തമാക്കിയത്. ഇത് വലിയ വിവാദങ്ങൾ വെളിച്ചെടുത്തിരിക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഇതിനിടെയാണ് ഈ അടുത്ത കാലങ്ങളിലായി പുടിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച ചില സംശയങ്ങളും ചില ആശങ്കകളും എല്ലാം തന്നെ പ്രചരിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു നിലപാട് സെലൻസ്കിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ഇത് ഏറെ ഗൗരവത്തോടെ തന്നെ നോക്കിക്കാണുന്ന ഒരു പശ്ചാത്തലമാണ് നിലനിൽക്കുന്നത്. മാത്രമല്ല, സെലൻസ്കി മറ്റു ചില രാഷ്ട്രീയ വിഷയങ്ങളും ഇതോടൊപ്പം പരാമർശിക്കുകയുണ്ടായി. നമുക്കറിയാവുന്നതാണ്, ഇപ്പോൾ റഷ്യ വലിയ തോതിലുള്ള ഉപരോധങ്ങൾ നേരിടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ ഉപരോധങ്ങൾ നേരിടുന്ന പൂർണ്ണമായും അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെട്ട റഷ്യയെ സംരക്ഷിക്കാൻ അമേരിക്ക പോലും തയ്യാറാവില്ല എന്നൊരു നിലപാടും അദ്ദേഹം പറയുകയുണ്ടായി. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നത് സംബന്ധിച്ചുള്ള ആശങ്ക തന്നെ ഇപ്പോൾ നിലനിൽക്കുന്നു എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരം ഒരു പരാമർശം, ഒരു കടുത്ത പരാമർശം. സമാധാന ചർച്ചകൾ പലയിടത്തായി നടക്കുന്നുണ്ട്. കൂടുതൽ സമവായത്തിലേക്ക് കാര്യങ്ങൾ വരുന്നു എന്ന് നിലനിൽക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിലാണ് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന തരത്തിലേക്കുള്ള ഈ ഒരു പരാമർശം വന്നിരിക്കുന്നത്. ഇതെല്ലാം ഈ ചർച്ചകളെ കൂടി ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. തീർച്ചയായും ചർച്ചകളിൽ പല അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ കൂടി ഈ ചർച്ചകൾക്ക് ശേഷവും സെലൻസ്കി ചില പ്രതികൂല നിലപാടുകൾ അല്ലെങ്കിൽ റഷ്യയുമായുള്ള ചില ആശയപരമായ തർക്കങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് പല വിഷയങ്ങളുണ്ട്. അതായത് സെലൻസ്കിയുടെ അല്ലെങ്കിൽ യുക്രൈന്റെ പട്ടാളക്കാരെ നിരവധി പേരെ റഷ്യ കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ട്. അവരുടെ മോചനം സംബന്ധിച്ച ഒരു തീരുമാനം പോലും ഉണ്ടായില്ല. നമുക്കറിയാവുന്നതാണ്, അമേരിക്കയിൽ ചെന്ന് ട്രംപുമായുള്ള ചർച്ചയ്ക്കിടെ ഈ വിഷയങ്ങളൊക്കെയാണ് തർക്കത്തിലെത്തുകയും അവസാനം ട്രംപ് സെലൻസ്കിയോട് വൈറ്റ് ഹൗസിൽ നിന്ന് പുറത്തു പോകാനുള്ള നിർദ്ദേശം നൽകുന്ന ഉൾപ്പെടെയുള്ള അതിശക്തമായ വാഗ്വാദങ്ങളിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ എത്തിച്ചേർന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത്തരത്തിലുള്ള നിലപാടുകൾ തുടർച്ചയായി ഉണ്ടാകുന്നു. അതായത് ഈ കരിങ്കടലിലെ ഈ വെടിനിർത്തൽ ധാരണ, താൽക്കാലിക വെടിനിർത്തൽ ധാരണ പോലും ഒരു വിശങ്കുലാക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ സെലൻസ്കിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, അത്തരത്തിലൊരു നിലപാട് സെലൻസ്കി ആവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് സെലൻസ്കിയെ സംബന്ധിച്ചിടത്തോളം ഈ വെടിനിർത്തൽ ധാരണ യാഥാർത്ഥ്യമാകുന്നത് വൈകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നേരത്തെ റഷ്യയിൽ നിന്നും കൃത്യമായ ഒരു നിലപാട് പുടിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. തങ്ങളുടെ ഇൻഷുറൻസ് കമ്പനികൾക്കും ഭക്ഷ്യോൽപാദന കമ്പനികൾക്കും ബാങ്കുകൾക്കുമുള്ള ഉപരോധം നീക്കിയാൽ മാത്രമേ ഈ കരിങ്കടലിലെ സേനാ വിന്യാസം സംബന്ധിച്ചും വെടിനിർത്തൽ സംബന്ധിച്ചുമുള്ള അന്തിമ തീരുമാനമെടുക്കാൻ സാധിക്കൂ എന്ന ഒരു നിലപാട് നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ വിവാദ പരാമർശം എന്നത് ഏറെ ഗൗരവം അർഹിക്കുന്നത്. ദേവിക. ശരി സർ.